എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണം, പിന്നെ ഫോളോ ചെയ്യാനും മറക്കല്ലേ. കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ എൻ്റെ ചാനലിൽ വീഡിയോസ് ഒന്നും ഇടുന്നില്ല, കുറച്ച് തിരക്കായിപ്പോയായിരുന്നു. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പം 2 മാസമായിട്ട് ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു. ഇപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് വന്നേ. ഇവിടെ ഇപ്പോൾ ഭയങ്കരമായിട്ട് പുല്ലെല്ലാം പിടിച്ച് ഭയങ്കര മെസ്സി ആയിട്ടാണ് കിടക്കുന്നത്. അപ്പം വീടിൻ്റെ അകമൊക്കെ നല്ല ക്ലീനായിരുന്നു, പക്ഷെ പുറത്തൊക്കെ ഭയങ്കര മെസ്സിയായിരുന്നു. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യുന്നൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. പിന്നെ എന്താണ്, രാവിലെ തന്നെ ഒരു ഗ്ലാസ് കാപ്പിയൊക്കെ കുടിച്ച് ഞാനിങ്ങനെ ആലോചിക്കാം എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണമെന്ന്. ബ്രേക്ക്ഫാസ്റ്റ് കടയിൽ നിന്ന് വാങ്ങിച്ചു വന്നു, അപ്പവും ബാജിക്കറി കേട്ടോ. അത് കഴിച്ചു കഴിഞ്ഞു. അതിനുശേഷം ഞങ്ങൾ ഓരോരോ പണിയിലേക്ക് ഇറങ്ങി. ഞാനും ഉണ്ട്, അമ്മയുണ്ട് കേട്ടോ. ഞാൻ രാവിലെ തന്നെ നമ്മുടെ മുളക് പൊടിയൊക്കെ ഇട്ട് വെക്കുന്ന ടിന്നൊക്കെ കഴുകി ഉണക്കാമെന്ന് വെച്ചു. അമ്മ എൻ്റെ സൈഡിൽ കൂടി വേറെ ജോലികൾ ചെയ്യുന്നുണ്ട്, പിന്നെ ഉച്ചക്കത്തേക്ക് വേണ്ടി ഫുഡ് റെഡിയാക്കുന്നുണ്ട്. ഇതുകൊണ്ട് നമ്മുടെ മിറ്റെല്ലാം കിടക്കുന്ന ഭയങ്കരമായിട്ട് പുല്ലും കാടൊക്കെ പിടിച്ചു. ഞാൻ ആദ്യം ഓർത്തു ഈ ഫ്രണ്ട് വശത്തെ പുല്ലൊക്കെ പറിക്കാന്ന്. അതൊക്കെ പറിച്ചങ്ങ് വൃത്തിയാക്കി ഇടുവാണെങ്കിൽ പുറത്തുനിന്ന് നോക്കുന്നവർക്ക് കുറച്ച് വൃത്തിയായല്ലോ എന്നൊരു തോന്നിക്കോട്ടെ എന്ന് ഓർത്തിട്ടാട്ടോ. അപ്പോൾ ഞാൻ പുല്ല് ഫ്രണ്ടിലത്തെ പറിക്കുന്നത് നിറച്ചും വേരൊക്കെ ആഴ്ന്നിറങ്ങി പിടിച്ചിട്ടുണ്ട്. അത് നമ്മൾ വലിച്ചിട്ടൊന്നും പോരുന്നൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ കയ്യിലൊരു വാക്കത്തി പിന്നെ ഗ്ലൗസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് അണുബാധയൊന്നും ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ കയ്യിലൊക്കെ ഗ്ലൗസൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അവിടെ എല്ലാം വൃത്തിയാക്കി എടുക്കുക കേട്ടോ. പിന്നെ കൊടിയുടെ വള്ളി, മുല്ലയുടെ വള്ളി അതെല്ലാം പടർന്ന് പന്തലിച്ച് ഭയങ്കര കാട് പോലെയാണ് കിടന്നത്. ഇനി അതെല്ലാം വൃത്തിയും വെടുപ്പൊക്കെ ആക്കി എടുക്കണം. നേരത്തെയൊക്കെ ഞാൻ അതെല്ലാം വെട്ടി ഒതുക്കുന്നതുകൊണ്ട് നമുക്ക് അത്രയും വൃത്തികേടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഭയങ്കര വൃത്തികേടാണ്. ഇതിപ്പോൾ കിണറിൻ്റെ ഭാഗം കേട്ടോ. കിണറിൻ്റെ ഭാഗമായിട്ട് ഈർപ്പമുള്ളതുകൊണ്ട് പുല്ലെല്ലാം ഭയങ്കര ഇങ്ങനെ ആഴ്ന്നിറങ്ങി വളർന്നിരിക്കുക. അത് പറിച്ചാലൊന്നും പോരത്തില്ല. അമ്മ എന്നോട് പറഞ്ഞു നമുക്കത് കൈവച്ച് പറിക്കാം. ഞാൻ പറഞ്ഞു വേണ്ട, കൈവച്ച് പറിച്ചാൽ എത്രയാണെന്ന് വെച്ചാൽ നമ്മൾ പറിക്കുന്നത്, കൈയും മടുക്കും നമുക്കും മടുക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് തൂമ്പ വെച്ച് കുറച്ച് ചെത്തി എടുക്കാനും. എനിക്ക് തൂമ്പ വെച്ച് ചെത്താനൊന്നും അറിയത്തില്ല, എന്നാൽ ഞാനങ്ങ് ട്രൈ ചെയ്യുക. നമ്മളിങ്ങനെയൊക്കെയല്ലേ ഓരോരോ കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡിൽ നമ്മൾ രാവിലെ പറിച്ച് പുല്ലൊക്കെ കത്തിക്കുന്നുണ്ട്. കുറച്ചിങ്ങനെ പുകഞ്ഞ് കത്തുവാണ്. പിന്നെ നമുക്ക് കുറച്ച് കൊപ്ര ഉണ്ടായിരുന്നു, അതെല്ലാം അമ്മ രാവിലെ തന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇതെല്ലാം വെട്ടി പൊട്ടിച്ച് വെച്ചേക്കാം കേട്ടോ, എണ്ണയാട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ മിറ്റം ഓരോ സൈഡിൽ നിന്ന് അടിച്ചടിച്ച് ഇറക്കുക കേട്ടോ. വലിയ മിറ്റമാണ്, അതുകൊണ്ട് നമുക്ക് ഒറ്റയടിക്ക് ഇങ്ങനെ വൃത്തിയാക്കുന്നതിൻ്റെ കൂടെ ഒറ്റയടിക്ക് ഇങ്ങനെ അടിച്ചു വാരാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഓരോ സൈഡ് വെച്ച് ഞങ്ങൾ അടിച്ചിങ്ങനെ കൂട്ടി ഇടുവാണേ. പിന്നെ പച്ച പുല്ലായതുകൊണ്ട് അത് അവിടെ നിന്ന് നീങ്ങി വരാനൊക്കെ ഭയങ്കര പാടാണ്. പിന്നെ എൻ്റെ ചൂല് ശ്രദ്ധിച്ചില്ലേ, ചൂലൊക്കെ ഭയങ്കരമായിട്ട് എല്ലാം ഡാമേജാണ്. ഞാൻ പോകുന്നതിന് മുന്നേ ഉണ്ടാക്കി വെച്ചിട്ട് പോയ ചൂലാണ്. 2 മാസമായിട്ട് അങ്ങനെ ഉപയോഗിക്കാതെ ഇരുന്നിരുന്ന് അതിൻ്റെ കരുത്തെല്ലാം പോയി. അപ്പോൾ പിന്നെ പുതിയൊരു ചൂല് മേടിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് നല്ലൊരു ചൂല് മേടിക്കാമല്ലോ എന്നൊരു പ്ലാനിങ്ങിലായിരിക്കുന്നത്. എന്നാൽ അത്യാവശ്യം അതിനെക്കൊണ്ട് പറ്റും പോലെയൊക്കെ പുല്ല് നീക്കുന്നുണ്ട്. പിന്നെ എന്താണ്, ഒരുപാട് ക്ലീൻ ചെയ്യാനുണ്ട്. നമുക്ക് പുറകുവശവും പറമ്പൊക്കെ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ പുറകുവശവും പറമ്പൊന്നും ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, മെമ്മറി ഫുൾ കാണിച്ചു. അതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ തൽക്കാലം നമ്മൾ ഫ്രണ്ട് വശമൊക്കെ ക്ലീൻ ചെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളേ. ഇതിപ്പോൾ സൈഡാട്ടോ. അമ്മ ചപ്പെല്ലാം കൂട്ടിയിട്ട് കത്തിക്കുവാണ്. പിന്നെ നമ്മുടെ കെട്ടുണ്ടായിരുന്നു, മതിൽ കെട്ടി വെച്ചിട്ടുണ്ട്, അവിടുത്തെ പുല്ലെല്ലാം പറിച്ചു. പിന്നെ ഇതേ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് കരിമ്പൊക്കെ കിട്ടി കേട്ടോ. ഇവിടെ അങ്ങനെ ആർക്കും കരിമ്പൊന്നും ഇഷ്ടമല്ല, എന്നാലും കരിമ്പൊക്കെ വെട്ടി വെച്ച് ആരെങ്കിലും വരുമ്പോൾ കൊടുക്കാമല്ലോ. പിന്നെ ഇതേ നമ്മൾ ക്ലീൻ ചെയ്തു കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് വരുന്നതുവരെ താങ്ക് യു.